പണ്ടൊക്കെ കുട്ടികളൊക്കെ വരുന്നത് വളരെ സാമൂഹികപരമായ നല്ല അടുപ്പമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു. കുടുംബങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻറിച്ച്ഡ് ആയിരുന്നു. പണം സാമ്പത്തികമായി ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ ആർദ്രതയും വലിയ കെയറും വലിയ സന്തോഷവും ഒക്കെയുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളെ എല്ലാവരും വളരെ പ്രത്യേകമായിട്ട് നോക്കിയിരുന്നു. അതിന് സമയമുണ്ടായിരുന്നു, സാവകാശം ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നൊന്നുമല്ല കുട്ടികൾ വരുന്നത്. ചിൽഡ്രൻ ആർ കമ്മിങ് ഫ്രം അൺഫങ്ഷനിങ് ഫാമിലീസ്. അവിടെ ആർക്കും സമയമില്ല, ആർക്കും സാവകാശമില്ല, ആർക്കും ക്ഷമയില്ല, ആർക്കും സന്തോഷമില്ല. അവിടുന്ന് വരുന്ന കുട്ടികൾക്ക് ഒരുപാട് തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ ഇനിയും ഒരു ലേണിംഗ് സെൻ്ററായിട്ട് മാത്രം ആണ് നിൽക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. മോർ ആൻഡ് മോർ സ്കൂൾസ് ആർ ബിക്കമിങ് സൈക്കോളജിക്കൽ ബാറ്റിൽ ഫീൽഡ്സ്. വലിയ ഇമോഷണൽ പ്രഷറുള്ള, വളരെ വൈകാരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഒരു കേന്ദ്രമായി സ്കൂളുകൾ മാറുകയാണ്. അത്തരം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരും ഇമോഷണലി ഡ്രെയിൻഡ് ആവുകയാണ്, സൈക്കോളജിക്കലി ഡ്രെയിൻഡ് ആവുകയാണ്, ഫിസിക്കലി ഡ്രെയിൻഡ് ആവുകയാണ്. ഇത് വലിയൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ഇതൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കി അതിന് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുമോ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എപ്പോഴും നിങ്ങളൊരു വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരാൾക്കൊന്ന് ഷെയർ ചെയ്യാൻ, ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിതിലൂടെയൊക്കെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സാധ്യമാണോ അന്വേഷിക്കാം. ആധുനിക കാലത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തൊഴിലാണ് അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകരാകുക എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ MT വാസുദേവൻ നായർ സംസാരിക്കുന്ന കേൾക്കായിരുന്നു. അദ്ദേഹം ഒരു BSc കെമിസ്ട്രിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് MSc ഒക്കെ എടുത്തൊരു കോളേജ് അധ്യാപകനാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ മകൾ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അധ്യാപകനാകാനുള്ള മോട്ടിവേഷൻ. അദ്ദേഹം പറയുന്നത് ഇത്രയും സുഖമായിട്ട് ചെയ്യാവുന്ന ജോലിയില്ല, കാരണം ഒരുപാട് അവധി ദിവസങ്ങൾ കിട്ടും, കൃത്യസമയമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാലഘട്ടമൊക്കെ പോയിട്ട് ഇന്ന് മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനായിട്ടാണ് അധ്യാപനം മാറിയിട്ടുള്ളത്. അധ്യാപനത്തിൻ്റെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാൻ എത്ര മിടുക്കരാണ്, നമുക്ക് എത്ര നോളജ് ഉണ്ട്, അതൊക്കെ അവിടെ കൊണ്ട് ആ ക്ലാസ്സിലൊന്ന് ഇറക്കണമെങ്കിൽ, പ്രത്യേകിച്ച് സ്കൂൾ ലെവലിൽ നമുക്ക് ആ ക്ലാസ്സിലോട്ട് നമ്മളുടെ നോളജ് ഒന്ന് ഇറക്കി ആ കുട്ടികളുടെ തലയിലോട്ട് അതൊന്ന് എത്തിക്കണമെങ്കിൽ ആദ്യം കുട്ടികളെ സെറ്റിൽ ചെയ്യിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. പണ്ടൊക്കെ കുട്ടികൾ വരുന്നത് കുറച്ചുകൂടെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലീസിൽ നിന്നാണ്. കുട്ടികളെ നോക്കാനൊക്കെ അവിടെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളെ കെയർ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളുടെ ഇമോഷൻസൊക്കെ അവിടെ വെൻറ്റിലേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധ്യതകളും അവസരങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ കൂടുതലും വരുന്ന ഒരു അൺഫങ്ഷനിങ് ഫാമിലീസിൽ നിന്നാണ്. പല വീടുകളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ആർ ലൈക്ക് ലോഡ്ജസ്. അപ്പോൾ അവർ വൈകുന്നേരം വരുന്നു, കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പോകുന്നു. ഒരു മെക്കാനിക്കൽ ലൈഫാണ് പല വീടുകളിലുള്ളത്. പല കുട്ടികളും ഇമോഷണലി ഓർഫനാണ്, അവർ വൈകാരികമായ ഒരു അനാഥത്വം നേരിടുന്നുണ്ട്. ഇത്തരം അൺഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് അവരെ ഒന്ന് ശാന്തമാക്കി അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് 45 മിനിറ്റിൽ 15 മിനിറ്റ് അവിടെ തന്നെ പോയി കഴിഞ്ഞു. പല അധ്യാപകരെയും സംബന്ധിച്ച് അവർക്ക് അതിനുള്ളൊരു സ്കില്ലുമില്ല. കാരണം അവർ പഠിപ്പിക്കാനായിട്ട് മാത്രം വന്നവരാണ്. പഠിപ്പിക്കാനായിട്ട് മാത്രം വന്ന അധ്യാപക സമൂഹത്തിന് ഇനി നിലനിൽപ്പില്ല. അപ്പം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനിയും വേണ്ടത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണോ, കുട്ടികളെ പഠിക്കുന്ന അധ്യാപകരെയാണോ? കുട്ടികളെ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുട്ടികളെ ഇനി പഠിപ്പിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച്. സ്കൂൾസ് ആർ മോർ ആൻഡ് മോർ ബിക്കമിങ് സൈക്കോളജിക്കൽ ബാറ്റിൽ ഗ്രൗണ്ട്സ്. അതാണ് സംഭവിക്കുന്നത്. ഒരു നോളജ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് ഡിസിപ്ലിനോ എന്നുള്ള അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വലിയൊരു സൈക്കോളജിക്കൽ ബാറ്റിൽ ഫീൽഡായിട്ട് മാറുകയാണ്. 30 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികളും വ്യത്യസ്തമായ മാനസിക ആരോഗ്യത്തിൽ നിൽക്കുമ്പോൾ ഈ കുട്ടികളെ ഒന്ന് സമാധാനപ്പെടുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അധ്യാപകരുടെ ആ ഒരു ചലഞ്ച് സൊസൈറ്റി മനസ്സിലാക്കുന്നില്ല, പേരൻസും മനസ്സിലാക്കുന്നില്ല, അധ്യാപകരും പലരും മനസ്സിലാക്കുന്നില്ല. കാരണം അധ്യാപകർ ഈ റിയാലിറ്റി തിരിച്ചറിയുന്നില്ല.
അപ്പോൾ ഒരു അധ്യാപകൻ്റെ മുമ്പിലുള്ള ഒരു ചലഞ്ചെന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കുന്നതിനേക്കാളും വളരെ അപ്പുറത്താണ്. കഴിഞ്ഞ കൊല്ലം പോയ കുട്ടികളല്ല ഈ കൊല്ലം തിരിച്ച് സ്കൂളിലേക്ക് വരുന്നത്. കഴിഞ്ഞ കൊല്ലം 7ാം ക്ലാസ്സിൽ പോയ കുട്ടി 8ാം ക്ലാസ്സിൽ തിരിച്ചു വരുമ്പോൾ അവൻ കുറേ കൂടി എനർജൈസ്ഡായി വന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഓരോ വർഷം കഴിയുന്തോറും കുട്ടികൾ കൂടുതൽ ടയേർഡായും കൂടുതൽ ഡിസ്റ്റോർട്ടഡായും കൂടുതൽ ഇൻഡിഫറൻ്റായും ഒക്കെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ എൻവയോൺമെൻറ്റ് അതാണ്. അവരെ ഒരിക്കലും നർച്ചർ ചെയ്യുന്ന എൻറിച്ച് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് അല്ല സൊസൈറ്റിയിലും വീടുകളിലും ഒക്കെ ഉള്ളത്. അവധിക്കാലമൊക്കെ വളരെ സന്തോഷകരമായിരുന്നൊരു കാലമുണ്ട്. പല കുട്ടികളും എന്ന് പറയുന്നത് സാറേ അവധി വേണ്ട അങ്കിളെ, ഈ അവധി ഭയങ്കര ബോറിങ്ങാണ്, അവധി ഭയങ്കര വഴക്കാണ്, പ്രശ്നങ്ങളാണ്. അവധി പോലും അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റാത്ത കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ കൂടുതൽ ടയേർഡായും കൂടുതൽ ഫെറ്റീഗ് അനുഭവിച്ചും ഒക്കെ വരുമ്പോൾ അധ്യാപകരെന്ന നിലയിൽ നമ്മുടെ റോള് ഭയങ്കര ചലഞ്ചിങ് ആകുകയാണ്, ഒരു സംശയമില്ല. ഈ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് മോഡേൺ ടീച്ചറിനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ജോലി വളരെ കോംപ്ലക്സ് ആകുന്നു, ഒരുപാട് സെൻസിറ്റിവിറ്റി വേണ്ട ഒരു ജോലിയാകുന്നു, അതിനേക്കാളും ഭയങ്കരമായിട്ട് ഒരുപാട് എക്സ്പേർട്ടൈസ് വേണ്ട ഒരു ജോലിയാകുന്നു. വെറുതെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, പല വലിയ സ്കൂളുകളിലും ഞാൻ വലിയ വലിയ സ്കൂളുകളിലൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ വലുതെന്ന് നമ്മൾ വിചാരിക്കുന്ന പല സ്കൂളുകളിലും പ്രൈമറി ക്ലാസ്സിലൊക്കെ 40-45 കുട്ടികളാണ് ഇരിക്കുന്നത്. പ്രൈമറി ക്ലാസ്സിലൊന്നും ഒരു കാരണവശാലും 45 കുട്ടികളെ ഒന്നും വെച്ചുകൊണ്ട് ഒരു ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം പറ്റുന്ന ഒരു 30 കുട്ടികളെയാണ്. 30 കുട്ടികൾ തന്നെ വലിയ കൂടുതലാണ്. ആ 30 കുട്ടിയെങ്കിലും ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഒരു 30 വരെയൊക്കെ നമുക്ക്. പക്ഷെ 30-ന് മേലോട്ട് ഒരു ക്ലാസ്സിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് ടീച്ചർമാർക്ക് കഴിയില്ല. അപ്പോൾ അവരങ്ങ് ഹോപ്പ്ലെസ് ആകും. ഈ മാനേജ്മെൻറ്റിലൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ടാർഗറ്റ് വളരെ ഹൈ ആണെങ്കിൽ ആ ടാർഗറ്റേ അവരങ്ങ് വിട്ടുകളയും. നേരെ മറിച്ച് ഒരു അറ്റൈനബിൾ ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഇത് പരിശ്രമിക്കും. ഇന്ന് ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. 40 കുട്ടികളും 45 കുട്ടികളൊക്കെ ഇരിക്കുന്ന ക്ലാസ്സിൽ അതും ഒരു പ്രൈമറി ക്ലാസ്സിൽ ഒരു ടീച്ചറിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 25-30 കുട്ടികൾ വരെ ഏറ്റവും മിടുക്കരായ അധ്യാപകർക്ക് ഒന്ന് സ്വാധീനിച്ച് നിർത്താൻ പറ്റും. ഒരു പിന്നെ അധ്യാപകന് സ്വാധീനിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. കുട്ടികൾക്ക് ഐ കോണ്ടാക്റ്റ് വേണം, കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ വേണം. പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഫീൽ ചെയ്യണം, ടീച്ചറിനെ ഫീൽ ചെയ്യണം. അതിനൊരു 30 കുട്ടികളാണ് മാക്സിമം പറ്റുന്നത്. പല സ്കൂളുകളിലും അതിനൊക്കെ അപ്പുറമാണ് കുട്ടികൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ കുറേ കുട്ടികൾ പ്രത്യേകിച്ച് ഒരു അൺഫങ്ഷനിങ് ഫാമിലീസിൽ നിന്ന് വരുന്ന, കോർഡിനേഷൻ കുറവുള്ള, ഡിസ്റ്റോർഷൻസ് കുറവുള്ള, പ്രശ്നങ്ങൾ കൂടുതലുള്ള കുട്ടികളൊക്കെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു, പുറകോട്ട് പോകുന്നു. ആ കുട്ടികൾ മുമ്പോട്ട് വരുന്നില്ല, അവർ പുറകോട്ട് പോകുന്നു. അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവർ കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. ടീനേജിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ പ്രോബ്ലം ചിൽഡ്രനായി മാറുന്നു. ഇതാരും മനസ്സിലാക്കുന്നില്ല. മാനേജ്മെൻറ്റ് എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് 45 കുട്ടികളെ ഒരു ടീച്ചറിന് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുന്നില്ല, ഈ കുട്ടികൾ പുറകോട്ട് പോയിക്കൊണ്ട് ഈ കുട്ടികൾ തന്നെയാണ് മുതിർന്ന ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ സ്കൂളിന് തന്നെ വലിയ ലയബിലിറ്റിയും വലിയ ചലഞ്ചുമായി മാറുന്നത്. ഇതാരും തിരിച്ചറിയുന്നില്ല, ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിന് കുറേ ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ആരാ ട്രെയിൻ ചെയ്യുന്നത്? പ്രിൻസിപ്പൽമാരെ ആരാ ട്രെയിൻ ചെയ്യുന്നത്? പല സ്കൂളിലും ട്രെയിനിങ് നടക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ ആ ട്രെയിനിങ്ങിലില്ല. മാനേജ്മെൻറ്റ് അത് ഡിസിഷൻസ് എടുക്കുന്ന ആരും തന്നെ ആ ട്രെയിനിങ്ങിലില്ല. പിന്നെ എങ്ങനെയാണ് ഒരു സ്കൂളിന് കാലോചിതമായി മാറാൻ കഴിയുന്നത്? അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ഭയങ്കര കോംപ്ലക്സ് ആവുകയാണ്. ഒരു 30 കുട്ടികളാണെങ്കിൽ പോലും ആ 30 കുട്ടികളെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് അവരെ ഒന്ന് സമാധാനപ്പെടുത്തി ഒന്ന് ആശ്വാസത്തിൽ ഇരുത്തിക്കൊണ്ട് അവരെ ഒന്ന് പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇറ്റ് ഈസ് എൻ ഹെർക്കൂലിയൻ ടാസ്ക് ഇൻ മോഡേൺ ഡേയ്സ്. പ്രത്യേകിച്ച് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഒട്ടും അറ്റൻഷൻ കിട്ടാതെ വളരുന്ന കുട്ടികളാണ്. പാവപ്പെട്ടവരുടെ വീട്ടിലൊക്കെ കുറച്ചുകൂടെ അയൽ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കുറേ കൂടെ ജൈവമാണ്. പണക്കാരായ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ പറയുകയും വേണ്ട, അതാണ് അവസ്ഥ. സൈക്കോളജിക്കൽ പ്രഷർ ഒരുപാടാണ് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അമിതമായ കോമ്പറ്റീഷൻ. കുട്ടികളെല്ലാം ചെറിയ പ്രായം മുതലേ അമിതമായ കോമ്പറ്റീഷൻ വിധേയമാക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ഈ സ്കോളർഷിപ്പ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞു പോലും ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നു. എന്ത് ഗുണമാണ് ഈ കൊച്ചു കുട്ടികളെ ഈ സ്കോളർഷിപ്പ് പരീക്ഷയൊക്കെ എഴുതിച്ചിട്ട് ഒരു ഫലകമാണെന്നും പറഞ്ഞ്, ഫലകമാണോ പലകയാണോ ഓരോന്നൊക്കെ എടുത്ത് പിള്ളേർക്ക് കൊടുക്കുകയാണ്. ഇതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ
കൊച്ചു കുട്ടികളുടെ ഇടയിലൊക്കെ കോൺവക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കോൺവക്കേഷൻ്റെ ഡിഗ്നിറ്റിയും മാന്യതയും അന്തസ്സും എല്ലാം ഇല്ലാതാക്കി കളയുകയാണ്. ഇതെല്ലാം കുറേ കച്ചവടക്കാർക്ക് ഗുണം ചെയ്യും. നാട്ടിലെ ജൗളിക്കടക്കാർക്ക് കുറേ തുണി വിറ്റ് പോവും. കുറേ മറ്റ് കച്ചവടക്കാർക്ക്, ഫോട്ടോഗ്രാഫർമാർക്ക്, ലൈറ്റ്, സൗണ്ട്, ഇവർക്കൊക്കെ ഗുണമാണ്. കുട്ടികൾക്ക് എന്ത് ഗുണമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്? അനാവശ്യമായ കോമ്പറ്റീഷൻ, അനാവശ്യമായ പ്രഷർ. സത്യം പറഞ്ഞാൽ ഒരു 5ാം ക്ലാസ് വരെ പരീക്ഷ പോലും കുട്ടികൾക്ക് ആവശ്യമില്ല. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരീക്ഷ നടത്തി അതിൻ്റെ മാർക്ക് റിപ്പോർട്ടും പേരൻസിനെ കാണിക്കുന്നത് തന്നെ വളരെ തെറ്റാണ്. ഒരു നല്ല സ്കൂളാണെങ്കിൽ ആ സ്കൂള് കുട്ടികളെ അസസ് ചെയ്യുക, പീരിയോഡിക്കായിട്ട് അസസ് ചെയ്യുക. ആ അസസ് ചെയ്തതിൻ്റെ ബേസിസിൽ അവരിലുള്ള കുറവുകൾ കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. എനിക്കൊന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്കൊരു റെമഡിയൽ ആയിട്ട്, അല്ലെങ്കിൽ കുട്ടികളിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെയൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ളൊരു സെക്കൻഡറി സപ്പോർട്ടിങ് സിസ്റ്റവും കൂടെ ആവശ്യമാണ്. കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചർ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇനിയും കൊണ്ടുവരേണ്ടത്. അതിനെയൊക്കെയാണ് മോഡേൺ സ്കൂളെന്നൊക്കെ വിളിക്കേണ്ടത്. അതിനെയൊക്കെയാണ് ഇനി നല്ല സ്കൂളെന്നൊക്കെ വിളിക്കേണ്ടത്. ഇത് പുറകോട്ട് പോകുന്നൊരു കുട്ടി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അതിനെ നോക്കാനില്ല. അത് നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി പുറകോട്ട് പോയി, ആ കുട്ടി ടീനേജൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളാത്തൊരു, ആത്മവിശ്വാസം ഇല്ലാത്ത, ധൈര്യമില്ലാത്ത, റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഒരു 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രൈമറി സ്കൂളുകൾ എത്ര കണ്ട് സ്കൂളുകളിൽ എൻറിച്ച്ഡ് ആകുന്നു, പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സ് എത്ര കണ്ട് ഹാപ്പി ആകുന്നു, പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സ് എത്ര കണ്ട് റെസ്പെക്റ്റഡ് ആകുന്നു, സപ്പോർട്ടഡ് ആകുന്നു, ഇതിനനുസരിച്ചാണ് ആ സ്കൂളിലെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റും എൻറിച്ച്മെൻറ്റും ഒക്കെ നടക്കുകയുള്ളൂ. പലപ്പോഴും പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ആർ അൺഹാപ്പി, ദേ ആർ നോട്ട് പ്രോപ്പർലി ടേക്കൺ കെയർ ഓഫ്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ അൾട്ടിമേറ്റ് റിസൾട്ട്? ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ ഒരുപാട് വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്. ഈ വീടുകളിലെ പ്രശ്നങ്ങൾ കുട്ടികൾ ആ ഒരു അനുഭവത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് വരുന്നത്. അവരുടെ മുഖം പോലും, അവർക്ക് ഐ കോണ്ടാക്റ്റ് പോലും ഇല്ല പല കുട്ടികളെ സംബന്ധിച്ച്. പിന്നെ പിയർ പ്രഷർ അനുഭവിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ പിയർ പ്രഷറൊക്കെ ഒത്തിരി കൂടുതലാണ്. ആ പിയർ പ്രഷറിനെ ഒന്നും അതിജീവിക്കാൻ പറ്റാത്ത കുട്ടികൾ, പലതരത്തിലുള്ള ഷെയ്മിങ്ങിനൊക്കെ വിധേയമാകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസും ഇമോഷണൽ ഇഷ്യൂസും ഉള്ള കുട്ടികൾ. പിന്നെ മുതിർന്ന് അങ്ങോട്ട് വരുമ്പോൾ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ മുമ്പിൽ അവർക്ക് പ്രതീക്ഷകളോ ഒരു ഹോപ്പോ ഒന്നുമില്ലാതെ ഒരു ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യുകയാണ്. എന്നെ എന്തിനു കൊള്ളാം, എനിക്കെന്തെങ്കിലും ആകാൻ പറ്റുമോ, അത്തരത്തിൽ. ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളാണ്. ടീച്ചിങ്ങും ലേണിങ്ങും അല്ല ഇനിയും സ്കൂളിലെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികൾക്ക് ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസ് ഉണ്ട്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്, പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. ഇതിനൊന്നും കോമ്പീറ്റൻ്റ് ആണോ നമ്മുടെ ടീച്ചേഴ്സ്? എൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ അവധി സമയത്ത് ടീച്ചേഴ്സിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ട്രെയിനിങ് എത്രയിടത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒരിക്കലും നടക്കുന്നില്ല. ഞാൻ തന്നെ ഒരുപാട് സ്കൂളുകളിൽ പോയപ്പോൾ അവിടെയെല്ലാം കാണുന്നത് ഈ കാര്യത്തിലൊന്നും അല്ല. സ്കൂളിനോട് ഞാൻ ചോദിക്കുക, എന്തെല്ലാം ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടത്? അവർ തരുന്ന ടോപ്പിക്കുകളിൽ ഇത്തരം കാര്യങ്ങളില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അവരുടെ ആ ടോപ്പിക്സ് ഡിസൈഡ് ചെയ്യുന്ന ആ ടോപ്പിലിരിക്കുന്ന ആളിന് ഇത്തരം റിയാലിറ്റിയെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ റിയലായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് പറയുമ്പോൾ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര പെയിനോട് കൂടിയാണ് അവരത് കേൾക്കുന്നത്. കാരണം അതാണ് അവരുടെ റിയാലിറ്റി. പക്ഷെ ഇത് അവർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ ടീച്ചർ ഒരു മിസ്ഫിറ്റാണ്, അല്ലെങ്കിൽ ടീച്ചറിന് പഠിപ്പിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിനെ ജഡ്ജ് ചെയ്യാണ് പലരും ചെയ്യുന്നത്. റിയാലിറ്റി എന്താണ്? ഞാനൊരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. നമ്മുടെയൊക്കെ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പുറത്തിറങ്ങുന്ന കുട്ടികളിൽ എത്ര പേർക്ക് സമൂഹത്തെ നേരിടാനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്? എത്ര പേര് പോസിറ്റീവാണ്? എത്ര പേര് ഹാപ്പിയാണ്? എത്ര പേര് കറേജിയസ് ആണ്? എത്ര പേർക്ക് ഒരു ഭാവിയെക്കുറിച്ച് ശോഭനമായ ഒരു ഇതുണ്ട്? എത്ര പേർക്ക് താൻ ആരാണെന്നറിയാം, താൻ ആരാവണമെന്നറിയാം? ഇതൊന്നും ഇല്ലാതാണ് കുട്ടികൾ വന്നിറങ്ങുന്നത്. വലിയ വലിയ സ്കൂളുകളാണ്. ഇറക്കി വിടുന്ന കുട്ടികളുടെ ഒരു ഷേപ്പും അവസ്ഥയും കണ്ടു കഴിഞ്ഞാൽ പരിതാപകരമാണ്. നമ്മൾ വലിയ A1 കിട്ടി, A+ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ പടം എടുക്കുന്നു. ഈ കുട്ടികളൊക്കെ നാളെ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്. ഇതിവിടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എഡ്യൂക്കേഷൻ്റെ ചലഞ്ച് ഇതാണ്. പക്ഷെ പല രാജ്യങ്ങളും ആ ചലഞ്ച് തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാനുള്ള പദ്ധതികളും പരിപാടികളും അവർ ഡിസൈൻ ചെയ്യുന്നു. നമുക്ക് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല.
ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം എല്ലാ സ്കൂളും LKG മുതൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ പേരൻസിനെ പ്രോപ്പറായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിരന്തരമായ ട്രെയിനിങ് പേരൻസിന് കൊടുക്കണം. കാരണം പേരൻസ് എഡ്യൂക്കേറ്റഡ് അല്ല, പേരൻസ് ആർ ലിറ്ററേറ്റ്. ഞാനൊരു വലിയ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ എന്നോട് സാറേ പേരൻസ് എല്ലാം ഡോക്ടേഴ്സും എൻജിനീയേഴ്സും IT പ്രൊഫഷണൽസുമാണ്. ഈ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും IT പ്രൊഫഷണൽസും എത്ര സാമൂഹിക ബോധമുള്ളവരാണ്, എത്ര സാംസ്കാരിക ബോധമുള്ളവരാണ്, എത്ര ചരിത്രബോധവും പരിസ്ഥിതി ബോധമുള്ളവരാണ്, സോഷ്യൽ റിയാലിറ്റിയെ പറ്റി എന്തും വേണ്ടി അവെയറാണ്. അവരൊന്നും പഠിച്ച കാലത്ത് അവർ കുറേ ട്യൂഷനും കോച്ചിങ്ങും എടുത്ത് പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവർ ഈ നാട്ടിലെ രാഷ്ട്രീയമോ സാമൂഹികമോ സാംസ്കാരികമോ ആയ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടുള്ളവരല്ല. എല്ലാവരെയും അല്ല പറയുന്നത്, മെജോറിറ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മക്കളെ വളർത്തുമ്പോൾ കുട്ടികളുടെ റിയാലിറ്റീസും കുട്ടികളുടെ റിയൽ ഇഷ്യൂസും ഒന്നും അവർ മനസ്സിലാക്കിയെന്ന് വരില്ല. അവർ വീട്ടിൽ തന്നെ ഒരു ഹോം സൃഷ്ടിക്കാൻ അവർക്ക് അറിയില്ല. പല വീടുകളും ഒരു വീട് മാത്രമാണ്, ഒരു ഭവനമാകുന്നില്ല. നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിനകത്ത് ആൾക്കാർ ഒരുമിച്ച് വന്നൊരു ഷെയർഡ് കൾച്ചറും ഷെയർഡ് വാല്യൂസും ഒരു ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വരുമ്പോഴാണ് അതൊരു ഹോം ആകുന്നത്. എത്ര വീടുകൾക്ക് അത് പറയാനായിട്ട് സാധിക്കും? ഇപ്പം നമ്മുടെ വലിയവരായ പേരൻസ് എന്നൊക്കെ പറയുന്ന എന്തോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ദേ ആർ ലിറ്ററേറ്റ്. എഡ്യൂക്കേഷൻ ഇസ് എ ഡിഫറെൻറ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ സൊസൈറ്റി. ഇപ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന പേരൻസ് തന്നെ ന്യൂ ജനറേഷൻ പേരൻസാണ്. അവർ ഫോണിൽ നോക്കിയിരിക്കുകയാണ്, അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഇത്തരത്തിലൊക്കെയുള്ള പേരൻസിൻ്റെ മക്കൾ ആ ഒരു ഹോം എൻവയോൺമെൻറ്റ് അവർ എൻജോയ് ചെയ്യുന്നില്ല. ആ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താ? ആ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്? ആ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് ഓടിച്ചാടി കളിക്കാൻ അവസരം കിട്ടുന്നുണ്ട്? ആ കുഞ്ഞുങ്ങളിൽ എത്ര കുഞ്ഞുങ്ങളുടെ ഹൈജീൻ കാര്യങ്ങളൊക്കെ പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മൾ കുട്ടികളെ നോക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്ന്. ആരെങ്കിലും വിളിച്ച് കുട്ടിയെ ഏൽപ്പിക്കുകയാണ്, അല്ലെ ഒരു ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് ഈ കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ മോഡേൺ ആയിട്ടുള്ള ചലഞ്ചസോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളെ പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ടുമൊക്കെ, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴാണ് പേരൻസിൻ്റെ കരിയർ ഇഷ്യൂസും അവരുടെ പ്രൊമോഷൻസും അവരുടെ ഹയർ എഡ്യൂക്കേഷനും ഇതെല്ലാം കൂടെ കിടന്ന് കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വളരാനുള്ള ഒരു എൻവയോൺമെൻ്റ് ഇല്ല. ഗ്രാൻഡ് പേരൻസ് പല വീടുകളിലും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ പോസിറ്റീവായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസാണ്. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കുട്ടികൾക്ക് ഭയങ്കരമായി സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്തതെല്ലാം കൂടെ ഹോംവർക്ക് ഇട്ട് വീട്ടിലോട്ട് വിടും. അത് വീട്ടിൽ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് ക്ഷമയില്ലാത്ത പേരൻസ്, സമയമില്ലാത്ത പേരൻസ്, അവർക്ക് ഈ ഹോംവർക്ക് എല്ലാം കൂടെ കുട്ടിക്ക് ചെയ്യിച്ചു കൊടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് അവരും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം പ്രശ്നമാകുന്നു. അടിയും ബഹളവും വഴക്കും ഉണ്ടാകുന്നു. ഇതിനകത്ത് ഗ്രാൻഡ് പേരൻസ് ഇടപെടുന്നു, ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കിടുന്നു. ഇതെല്ലാം വീടുകളിൽ പ്രശ്നങ്ങളാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് അവർ വരുന്ന വീടുകൾ അത്ര കണ്ട് ഒരു എൻറിച്ച്ഡ് എൻവയോൺമെൻറ്റിൽ നിന്നല്ല അവർ വരുന്നത്. ആ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണമെങ്കിൽ ആ പേരൻസിനെയും കൂടെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഫോർ പേരൻസ്. എല്ലാ വർഷവും കമ്പൽസറി ആയിട്ട് പേരൻസ് അത് അറ്റൻഡ് ചെയ്യണം. ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആൺകുട്ടികളുടെ പേരൻറ്റ് ട്രെയിനിങ്ങിലൊക്കെ ഹസ്ബൻഡ് തന്നെ വന്ന് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇനിയും കാര്യമുള്ളൂ. ഈ ആൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ അമ്മമാർക്ക് പരിമിതികളുണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 6ാം ക്ലാസ് മുതലെങ്കിലും അപ്പന്മാർ ആൺകുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പഠിക്കണം. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഞാൻ എൻ്റെ മക്കളുടെ സ്കൂളുകളിലെ എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ തന്നെയാണ് നേരിട്ട് പോയിട്ടുള്ളത്. ഒരു സ്കൂളിലായിരുന്ന സമയത്ത്. കോളേജിലാകുമ്പോൾ ഞാൻ പോകാറേ ഇല്ല. കാരണം അവർക്ക് ടോട്ടൽ ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി അവരോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. പക്ഷെ സ്കൂളിൽ നമ്മൾ അവരുടെ ഒരു ഗ്രോയിങ് ഏജിൽ നമ്മൾ തന്നെ പോവുകയും അവരുടെ ടീച്ചേഴ്സുമായിട്ട് നമ്മൾ തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്താൽ അത് കുട്ടികൾക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇടപെടുന്നുണ്ടോ എന്നുള്ളതും അതുകൊണ്ട് മൾട്ടിപ്പിൾ റോൾസാണ് ടീച്ചേഴ്സിന് വെറുതെ ഇനിയും പഠിപ്പിച്ചിട്ടങ്ങ് വീട്ടിൽ പോവുക എന്നുള്ളതല്ല. ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഇഷ്യൂസൊക്കെ അവിടെ സ്കൂളിൽ ഡിസ്കസ് ചെയ്യണം. ആ ഇഷ്യൂസിനെയൊക്കെ പരിഹരിക്കാൻ സ്കൂളെന്ന നിലയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ കുട്ടികളുടെ വലിയൊരു പ്രോബ്ലമാണ് കുട്ടികൾക്കൊരു സിറ്റിസൺറി വ്യൂ ഇല്ല, രാജ്യത്തോടൊരു സ്നേഹമില്ല, നമ്മുടെ സിവിക് സെൻസ്, നമ്മുടെ രാജ്യത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, പാലിക്കേണ്ട നിയമങ്ങൾ,
ഇതൊന്നും കുട്ടികൾക്ക് ഇന്ന് ബാധകമല്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ശരിയായിട്ട്. ഒരു സിവിക് സെൻസ് ഇല്ലാതെ ഇറങ്ങി വരുന്ന കുട്ടികൾ നമുക്ക് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരു സിറ്റിസൺറി കാഴ്ചപ്പാടില്ലാത്ത കുട്ടികൾ ഇറങ്ങി വരുന്നു, അവരെ എഡ്യൂക്കേറ്റഡ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി പല കുട്ടികൾക്കും പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് ഒന്നുമില്ല. ആ കുട്ടികളൊക്കെ വലിയ വലിയ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ആരാവണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ 12ാം ക്ലാസ് കഴിഞ്ഞ് പല കുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അങ്കിളെ എനിക്ക് ആരാവണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പ്രശ്നം? ഒരു 9ാം ക്ലാസ് മുതൽ അപ്പോൾ ഇതൊക്കെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ടീച്ചർ ഒരു നല്ല മെൻറ്റർ ആകേണ്ടതായിട്ടുണ്ട്, ഒരു ടീച്ചർ നല്ല കൗൺസിലർ ആവേണ്ടതായിട്ടുണ്ട്, ഒരു ടീച്ചർ നല്ല ഒരു കരിയർ കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം ടീച്ചർ തന്നെ ചെയ്യണമെന്നല്ല. സ്കൂളിലെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ എടുത്തിട്ട് അതിനൊക്കെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഒരു നല്ല സ്കൂളെന്ന് പറയുന്നത് എമിനൻ്റ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 10 പേരെയെങ്കിലും ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ വിളിച്ച ആ സീനിയർ സ്റ്റുഡൻസിനൊക്കെ നല്ല എക്സ്പോഷർ കൊടുക്കണം. ഒരു നല്ല കൗൺസിലറിനെയൊക്കെ ഒരു സീനിയർ സ്റ്റുഡൻസൊക്കെ കേൾക്കുമ്പോൾ ദേ ഗെറ്റ് മെനി ഐഡിയാസ് ടു മാനേജ് ദെയർ ഓൺ ഇമോഷൻസ് ആൻഡ് ദെയർ ഓൺ ഇഷ്യൂസ്. ഒരു നല്ല പൊളിറ്റിക്കൽ ലീഡറിനെയോ ഒരു ഫാർമറിനെയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനെയോ ഒക്കെ അവർ കേൾക്കട്ടെ. അവർക്ക് ഒരുപാട് വൈഡർ ഐഡിയാസ് ഉണ്ടാവും. അവർക്ക് ഉന്നതമായിട്ട് ചിന്തിക്കാനൊക്കെ അവസരങ്ങളുണ്ടാവും. നല്ലതായിട്ട് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കേൾക്കുമ്പോൾ ദേ ഗെറ്റ് മോർ ഐഡിയാസ്. നല്ല ഗൈഡൻസും മറ്റും നിരന്തരമായിട്ട് അവർക്ക് കിട്ടണം. സമൂഹത്തിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തവർ, സമൂഹത്തിലൊക്കെ വലിയ എമിനൻസ് കാണിച്ചവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർ കേൾക്കണം. അപ്പോഴാണ് എനിക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ കാനഡയ്ക്ക് ഓടിപ്പോകാമെന്നല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഈ സമൂഹത്തോട്ട് നമുക്ക് നിന്ന് എന്തെല്ലാം ചേഞ്ചസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും, ഹൗ ഐ ഓൾസോ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് കൺട്രി. ഇതാണ് ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം. ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാവണമെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരുപാട് ഗൈഡൻസും മറ്റുമൊക്കെ കുട്ടികൾക്ക് ആവശ്യം. നമ്മൾ വലിയ സ്കൂള്, മഹത്തര സ്കൂള് എന്നൊക്കെ പറഞ്ഞ് കുറേ ബസ് ഇറക്കി ഓടിച്ചതുകൊണ്ടോ കുറേ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. വലിയ ആനിവേഴ്സറിയും വലിയ ചീഫ് ഗസ്റ്റിനെയും ഒന്നും വിളിച്ചുകൊണ്ട് കാര്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടിക്ക് എന്ത് കാഴ്ചപ്പാട് കിട്ടി, അവൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവൻ എന്താണ് ലോകത്തിറങ്ങി ചെയ്യാൻ പോകുന്നത്, ഇതിലൊരു എക്സലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം ഒരു ഫ്യൂട്ടൈൽ എക്സസൈസാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പം അതുപോലെ കുട്ടികളിൽ വാല്യൂസ് പ്രൊമോട്ട് ചെയ്യണം, കുട്ടികളിൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യണം. കുട്ടികളുടെ വാല്യൂസ് അനുസരിച്ചാണ് അവർ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. നല്ല വാല്യൂസ് അവരിലുണ്ടാവാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ഞാനൊരു സ്കൂളിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമ്പോൾ അവിടുത്തെ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഇന്നത്തെ കുട്ടികളിൽ വാല്യൂസ് വീടുകളിൽ നിന്ന് അധികമൊന്നും കിട്ടുന്നില്ല, സ്കൂളിൽ അത് എൻട്രി ചെയ്യാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്കൂളും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല വാല്യൂ എൻട്രി ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ട്രെയിനിങ് വേണം. നോബഡി, ഇതൊന്നും നമ്മുടെ പരിപാടിയല്ല. നമുക്കിനി എങ്ങനെ കൂടുതൽ കണക്ക് പഠിപ്പിച്ച കുട്ടികളെല്ലാം IIT കയറ്റാം, എന്നിട്ട് IITയിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുക. IIT കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് നല്ല വാല്യൂ, കാരണം നമ്മുടെ കുട്ടികളുടെ വാല്യൂസ് അനുസരിച്ചാണ് അവർ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ തിരഞ്ഞെടുപ്പുകൾ എടുക്കുന്നത്, അവരുടെ ചോയ്സുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ തെറ്റായ വഴിക്ക് പോകണോ നല്ല വഴിക്ക് പോകണോ തീരുമാനിക്കുന്ന അവരുടെ വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ടാണ്. അവരുടെ കൾച്ചർ പഠിപ്പിക്കണം. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കൾച്ചറിനെ പറ്റി അവർക്കൊരു ഐഡിയ വേണം. നല്ല എത്തിക്സ് എന്താണെന്ന് അറിയണം, എന്ത് കൊള്ളണമെന്ന് എന്ത് തള്ളണമെന്നും അറിയണം. ഇതൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അവർക്ക് റിയാലിറ്റിയുമായിട്ട് പഠിപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പഠിപ്പിക്കാൻ തന്നെയുള്ളൊരു മാർഗ്ഗം എന്താ, സമൂഹത്തിൻ്റെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക, കുട്ടികളുടെ റിയൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക, അവർക്ക് മനസ്സിലാകുന്ന എക്സാമ്പിൾസ് പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഓരോ സബ്ജക്റ്റുകളെയും അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുട്ടികളിൽ എമ്പതി വേണം, കോപ്പറേഷൻ വേണം, കുട്ടികളിൽ എത്തിക്സ് വേണം. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ എൻട്രി ചെയ്യാൻ കഴിയണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഹിസ്റ്ററിയും ഒന്നും അല്ല അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ സബ്ജക്റ്റുകളെല്ലാം ഒരു മീൻസാണ്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ സ്ട്രോങ് സിറ്റിസൺ, എ സ്ട്രോങ് പോസിറ്റീവ് ഹ്യൂമൻ ബീയിങ്, എ കേപ്പബിൾ പേഴ്സൺ, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള മീൻസാണ് ഈ സബ്ജക്റ്റുകളൊക്കെ. അല്ല ഈ സബ്ജക്റ്റാണ് അവസാനം എന്നല്ല. കണക്ക് പഠിച്ചില്ലെങ്കിൽ നീ നശിച്ചു പോകുമെന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സുണ്ട്. കണക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. കണക്കൊരു മീൻസാണ്. ആ കണക്ക് പഠിപ്പിക്കുന്നതിലൂടെ ആ കുട്ടിയെ ഒരു മനുഷ്യനാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ?
അതാണ് ഒരു നല്ല കണക്കധ്യാപകനും ഒരു നല്ല സയൻസ് അധ്യാപകനും ഒക്കെ ചെയ്യേണ്ടത്. അൾട്ടിമേറ്റ്ലി ഇവനെ കേപ്പബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ? നാളെ അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തെയോ പ്രതിസന്ധിയോ വെല്ലുവിളിയോ അവൻ ഫലപ്രദമായി നേരിടുമോ? ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കരിയർ രംഗത്ത് വരുന്ന വലിയൊരു പ്രോബ്ലം, നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങൾ എന്ത് പഠിച്ചാലും, ഏത് സബ്ജക്റ്റ് പഠിച്ചാലും, ഏത് കോഴ്സ് പഠിച്ചാലും, എവിടെ പഠിച്ചാലും നമുക്ക് നാളെ ഈ പഠിച്ച കാര്യങ്ങളിൽ ജോലി കിട്ടണമെന്നോ സാധ്യത കിട്ടണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ നാളെ നമ്മൾ ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിച്ചു, നമ്മൾ നാളെ എന്തെങ്കിലുമൊക്കെ ആയി. പക്ഷേ അവിടെ വരുമ്പോൾ നമുക്ക് നാളെ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ വന്നാൽ, ഒരു ജോലി കിട്ടാതെ വന്നാൽ, എൻ്റെ കയ്യിലുള്ള സ്കിൽസ് ഉപയോഗിച്ചിട്ടാണ്, എൻ്റെ കയ്യിലുള്ള കോൺഫിഡൻസും ലീഡർഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത്. അതിന് എൻ്റെ കയ്യിൽ കോൺഫിഡൻസ് വേണം, ലീഡർഷിപ്പ് വേണം, എൻ്റെ കയ്യിൽ സ്കിൽസ് വേണം. ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കുട്ടികൾക്ക് കിട്ടുന്നത്? ഇതിൻ്റെയൊക്കെ പീരീഡ് എവിടെയാണ് സ്കൂളിലുള്ളത്? അപ്പോൾ ത്രൂ ഓൾ ദീസ് സബ്ജക്ട്സ് ആൻഡ് ഓൾ ദീസ് അക്കാഡമിക് പ്രോസസ് വി ഹാവ് ടു എക്വിപ്പ് ചിൽഡ്രൻ ഫോർ ദെയർ ഫ്യൂച്ചർ. ഇത് പറ്റുന്നില്ലെങ്കിൽ ഇതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കാൻ പറ്റില്ല. സംസ്ഥാന വിദ്യാഭ്യാസം എന്തോ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടു. എവിടെയാണ് ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്? കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ആത്മാർത്ഥമായി കൊടുക്കണം. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ SPC എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ 50 പേര് ആരാണ് വരുന്നത്? ഭയങ്കര ഇൻഫ്ലുവൻസ് ചെലുത്തി 50 കുട്ടികളെ അതിനകത്ത് ചേർക്കുന്നത് ആ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ആ കുട്ടികളല്ല സത്യത്തിൽ അതിനകത്ത് വരേണ്ടത്. SPC പോലുള്ള ഒരു സാധനത്തിൽ പ്രവർത്തിക്കാനുള്ള ഭയങ്കരമായ അഭിനിവേശവും സന്തോഷമുള്ള കുട്ടികൾ, ആ കുട്ടികളല്ല ഇന്ന് അതിനകത്ത് വരുന്നത്. ഈ മാർക്ക് വേണ്ട, ഗ്രേസ് മാർക്ക് വേണ്ട കുറച്ച് കുട്ടികൾ അതിനകത്ത് തള്ളിക്കയറുകയാണ്. ആ ഗ്രേസ് മാർക്ക് ഒന്ന് നിർത്തിക്ക്, നമുക്ക് യഥാർത്ഥത്തിലുള്ള SPCക്കാരെ കണ്ടെത്താൻ പറ്റും. ആ ഗ്രേസ് മാർക്ക് ഒന്ന് നിർത്തിക്ക്, നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്കൗട്ടുകാരെ കണ്ടെത്താൻ പറ്റും. ആ ഗ്രേസ് മാർക്കും ഈ അനാവശ്യ കോമ്പറ്റീഷനൊക്കെ നിർത്തിക്ക് നല്ല കലാകാരന്മാരെയും നല്ല കലാകാരികളെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ആവശ്യമില്ലാത്തതൊക്കെ കൊടുത്ത് ഇതൊക്കെ എന്തിനാണ് മാർക്കിനകത്ത് കാണിക്കുന്നത്? ഒരാവശ്യമില്ല. നമ്മളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കും, ആ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഒന്ന് മാറണം. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരു കുട്ടിയുടെ കൾച്ചറൽ മാനിഫെസ്റ്റേഷൻ, വോളണ്ടറിങ്, അതുപോലെ തന്നെ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മാർക്ക് ഒരു സൈഡിൽ കിടക്കുന്നു. മാർക്കിനോടൊപ്പം ഈ കുട്ടികൾക്ക് എന്തെല്ലാം എക്സ്ട്രാ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നോക്കുമ്പോൾ അവരെ പറ്റിയുള്ള ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി നമുക്ക് കിട്ടും. സ്കൂളിലെ അവരുടെ കോണ്ടാക്റ്റ്, എന്തും വേണ്ടി അറ്റൻഡൻസ് അവർക്കുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഒരു ടോട്ടലായിട്ടുള്ള, പിന്നെ ഒരു ക്ലാസ് ടീച്ചറിൻ്റെ ഒരു റിമാർക്ക് കൂടെ, പേഴ്സണൽ റിമാർക്ക് കൂടെ കൊടുക്കാനുള്ള ഒരു കോളൊക്കെ വരട്ടെ. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കാലോചിതമായി മാറട്ടെ. കുട്ടിയുടെ ഹെൽത്തിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സൊക്കെ അവിടെ വേണം. കുട്ടിയുടെ മാനസികാരോഗ്യം, വൈകാരികാരോഗ്യത്തിലൊക്കെ അവരിവിടെ നിൽക്കുന്നു. ഇതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ 2026 നമ്മൾ എഴുതി വെക്കുന്നതെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടിയെ ടോട്ടലായിട്ട് അഡ്രസ്സ് ചെയ്യണം. ടോട്ടലായിട്ട് കുട്ടിയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കണം വിദ്യാഭ്യാസം. ഇനി ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അതിനനുസരിച്ച് അധ്യാപകരെ പരിശീലിപ്പിക്കണം. അതിനനുസരിച്ച് അധ്യാപകർക്ക് സാവകാശം കൊടുക്കണം. ഇത് ഫുൾ ടൈം പീരീഡുകൾ ഇട്ട് കൊടുത്ത് ശ്വാസം പോലും വിടാതെയാണ് പല അധ്യാപകരും പഠിപ്പിക്കുന്നത്. ഞാൻ പല സ്കൂളിലൊക്കെ ഈ 1-2-3 മാസമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് പല ടീച്ചേഴ്സ്, അവർക്ക് ശബ്ദമില്ല, ആരോഗ്യമില്ല. വളരെ പ്രധാനമാണ് ടീച്ചേഴ്സിനെ നന്നായിട്ട് പരിശീലിപ്പിക്കുകയും ടീച്ചേഴ്സിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഈ പറയുന്ന ചലഞ്ചുകളെല്ലാം ക്ലാസ്സിൽ പോയി ഏറ്റെടുക്കാൻ തക്കമുള്ള രീതിയിൽ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. അവർക്കൊരു ഹെൽത്ത് ചെക്കപ്പെങ്കിലും വർഷത്തിലൊരിക്കൽ ഫ്രീ ആയിട്ട് കൊടുക്കണം. പല ടീച്ചേഴ്സിനും വിറ്റമിൻ ഡി പോലും ഇല്ല. കാരണം അവർക്കിതൊന്നിനും സമയമില്ല. ടീച്ചേഴ്സിന് ഒരു ക്ലാസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറിനെയൊക്കെ കൊടുക്കണം. അതിനിച്ചിരി കോസ്റ്റൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ BEd എന്നൊക്കെ പറയുന്ന 2 വർഷത്തെ BEd ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഒരു വർഷം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 വർഷം ഈ BEd കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ട് 2ാമത്തെ വർഷം കൂടുതലും അവരെ ഏതെങ്കിലും ഒരു പ്രാക്ടീസിങ് ടീച്ചറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ അനുവദിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഓരോ ടീച്ചറിനും ഒരു അസിസ്റ്റൻറ്റ് ടീച്ചർ കിട്ടുന്നത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ എൻറിച്ച്മെൻറ്റിന് വളരെയധികം ഉപകാരപ്പെടും. യങ്ങായിട്ടുള്ള ഒരു ട്രെയിനി ടീച്ചറും കൂടെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ എത്ര എക്സലൻ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു 6 മാസമെങ്കിലും അങ്ങനെ ഒരു ടീച്ചറിൻ്റെ കീഴിൽ അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയാൽ ആ സ്കൂൾ സിസ്റ്റവും എൻറിച്ച്ഡ് ആവും. ഈ ട്രെയിനി ടീച്ചറിന് റിയാലിറ്റിയുമായിട്ടുള്ള എക്സ്പോഷർ വളരെ നേരത്തെ തന്നെ കിട്ടുകയും ചെയ്യും. ഇത് കാണുന്നത് എന്താണ്? ഈ ഗവൺമെൻറ് സെക്ടറിലെ സ്കൂളുകളിലൊക്കെ BEd ടീച്ചർമാർ വരുമ്പോഴത്തേക്ക് മെയിൻ ടീച്ചറിനെ കാണാൻ പോലും ഇല്ല. ഇതെല്ലാം ഒരു അപഹാസ്യമായ രീതിയിലാണ് ഇന്ന് സമൂഹത്തിലൊക്കെ നടക്കുന്നത്. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അവരെ ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യുക,
വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അവരുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. അവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ടീച്ചേഴ്സ് ഒരു സമൂഹത്തിൽ ഏറ്റവും ഹൈലി റെസ്പെക്റ്റഡ് ആയിരിക്കണം. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയുണ്ടോ? ഇവിടെ ടീച്ചേഴ്സിന് പിന്നെ അവധി കിട്ടുന്നതിനെക്കുറിച്ചും ടീച്ചേഴ്സിന് പിന്നെ സാലറി കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ മറ്റ് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് ഒരു 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് നോക്കുക. അപ്പോൾ അറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ കിടന്ന് നെട്ടോട്ടോടും. ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ടൊന്ന് കയറാവോ? പുറത്ത് ജീവനോട് ഇറങ്ങിയാൽ ഭാഗ്യമെന്ന് പറയാം. ടീച്ചേഴ്സ് ആർ ഡൂയിങ് എ കമൻഡബിൾ ജോബ്, അതിനൊരു സംശയമില്ല. പിന്നെ അത് മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നന്നായിട്ടൊരു ക്ലാസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു എർഗൂലിയൻ ടാസ്ക്കാണ്. അത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുക. ഇപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അധ്യാപകർക്ക് ആവശ്യമാണ്. കുട്ടികളുടെ സൈക്കോളജി പഠിക്കുക, ടീൻസിൻ്റെ സൈക്കോളജി പഠിക്കുക, അവരുടെ പിന്നെ ഡെവലപ്മെൻറ്റൽ നീഡ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇമോഷണൽ ഇൻ്റലിജൻസ്, അധ്യാപകർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലേ കുട്ടികളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അധ്യാപകർക്ക് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലേ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സാധ്യമാവുള്ളൂ. അധ്യാപകർക്ക് ഇമോഷണലി എക്യുപ്ഡ് ആണെങ്കിൽ, ആവശ്യമുള്ള ഹെൽത്ത് ഉണ്ടെങ്കിൽ, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത്തരം ചലഞ്ചുകളെ വളരെ എക്സലൻ്റായിട്ട് കൈകാര്യം ചെയ്യും. അതിനുവേണ്ട ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റാണ് സ്കൂളുകളൊക്കെ കൊടുക്കേണ്ടത്. മിയർ ഒരു നോളജ് സെൻറ്ററിൽ നിന്ന് ഒരു സൈക്കോളജിക്കൽ ബാറ്റിൽ ഫീൽഡിലേക്ക് സ്കൂളുകളൊക്കെ മാറുമ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാകുക. ചേഞ്ച് ഈസ് ദ ഓർഡർ. പഴയ പരിപാടിയും വെച്ചുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റില്ല. യു കനോട്ട് സോൾവ് ടുഡേയ്സ് പ്രോബ്ലംസ് വിത്ത് യെസ്റ്റർഡേയ്സ് സൊല്യൂഷൻ. വി നീഡ് ആക്ച്വലി ഡേ ആഫ്റ്റർ ടുമോറോ സൊല്യൂഷൻസ്. കാലത്തിന് മുമ്പേ നമ്മൾ സഞ്ചരിച്ചേ പറ്റുള്ളൂ. കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കി അതിനെ അധ്യാപക സമൂഹത്തിനെ ഒരുക്കിയെടുക്കണം. അവരെ കുറ്റം പറയാനും അവരെ അവഹേളിക്കാനും അവരെ മോശപ്പെടുത്താനും അല്ല ശ്രമിക്കേണ്ടത്. അധ്യാപകർ റെസ്പെക്റ്റ് ചെയ്യപ്പെടണം സമൂഹത്തിൽ. അധ്യാപകരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയവും മതവും ഒക്കെയാണ്. പിന്നെ പുരോഹിതന്മാരൊക്കെ അധ്യാപകരെ ആക്ഷേപിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവൻ വലുതാകാൻ വേണ്ടി ഇവരെ താക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ ഇതാണ് ചെയ്യുന്നത്. എനിക്കറിയാം, ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ HMൻ്റെ കസേരയിൽ വാർഡ് മെമ്പറാണ് കയറിയിരിക്കുന്നത്. നാണമുണ്ടോ ഇവനൊക്കെ? ഇതൊക്കെ മാറണം. നമ്മൾ അധ്യാപകരെ റെസ്പെക്റ്റ് ചെയ്യണം. എല്ലാ അധ്യാപകരെയും റെസ്പെക്റ്റ് ചെയ്യണം. അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം, അവരെ എക്വിപ്പ് ചെയ്യണം. അവരുടെ ഹെൽത്തും മറ്റുമൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇംഗ്ലീഷ് മീഡിയമെന്നോ പ്രൈവറ്റെന്നോ ഗവൺമെൻറ്റെന്നോ ഒന്നും നോക്കാതെ സമൂഹത്തിലെ മുഴുവൻ അധ്യാപകർക്കും സമ്മർ ഹോളിഡേ ടൈമിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ടായാൽ തന്നെ വലിയ മുന്നേറ്റമാണ് ഈ രംഗത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് രൂപപ്പെട്ടു വരട്ടെ. നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ ഒരു കുഞ്ഞു പോലും ഇല്ല. ഒരു കുഞ്ഞ് മോശമായാൽ ഒരു സമൂഹം മോശമായി. എല്ലാ കുട്ടികളെയും നമുക്ക് വളരെ പോസിറ്റീവായിട്ട്, കോൺഫിഡൻ്റായിട്ട്, മീനിങ്ഫുള്ളായിട്ട്, കേപ്പബിളായിട്ട് രൂപാന്തരപ്പെടുത്താം. അതിന് നമുക്ക് ഒരുമിക്കാം. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.